സഭാ സീറ്റ് CPM കേരള കോൺഗ്രസിന് വിട്ടുനൽകി. ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് മത്സരിക്കും. മറ്റൊരു സീറ്റ് CPI-ക്കാണ്. ഇടതുമുന്നണിയുടെ ഐക്യവും കെട്ടുറപ്പുമാണ് ഏറ്റവും പ്രധാനമെന്നും അതിനുതകുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നും EP ജയരാജൻ വ്യക്തമാക്കി. LDF-ലെ ഒരു പാർട്ടിക്കും UDF-ലേക്ക് പോകേണ്ട ഗതികേടില്ല എന്നും EP പറഞ്ഞു. എല്ലാ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയും കൂട്ടായി ചർച്ച നടത്തിയും എത്തിച്ചേർന്ന നിഗമനം ഈ രണ്ട് സീറ്റുകളിലേക്ക് ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം. അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം രണ്ട് സീറ്റിൽ ഒരു സീറ്റ് CPI-ക്ക്, രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി. ഇങ്ങനെ രണ്ട് പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു. CPM-ന് ഒറ്റയ്ക്ക് തന്നെ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ മുന്നണിയുടെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM അത്തരമൊരു ആവശ്യങ്ങളിലേക്ക് വന്നില്ല. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ രണ്ട് പാർട്ടികൾക്ക് ഈ രണ്ട് സ്ഥാനങ്ങൾ തീരുമാനിക്കാനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അംഗീകാരം നൽകുകയാണ് മുന്നണി ചെയ്തിട്ടുള്ളത്. മുന്നണി യോഗം ചെയ്തിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഇപ്പോൾ ഇത് ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. CPI-ക്ക് അവരുടെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. കാരണം 4 ലോക്സഭാ സീറ്റുകളിലും പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ്. അവിടെയാണ് CPM വലിയൊരു വിട്ടുവീഴ്ച നടത്തുന്നത്. ചരിത്രത്തിൽ ആദ്യമായാകും ഒരുപക്ഷെ ആ പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. എന്തായിരുന്നു യോഗത്തിൽ സംഭവിച്ചത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകൾ, അതിന്റെ അടിസ്ഥാനത്തിലല്ലേ CPM-ന്റെ തീരുമാനം? നേരത്തെ തന്നെ ഉപേക്ഷ ചർച്ച നടത്തിയിരുന്നു. അപ്പോഴും തീരുമാനമായാലും രാവിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ചേരുമ്പോഴും ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇക്കാര്യം ഒന്നുകൂടി അഡ്വൈസറോട് സംസാരിക്കണമെന്ന ഒരു നിലപാടിലേക്കാണ് സെക്രട്ടേറിയറ്റ് എത്തിയത്. ഉച്ചയ്ക്ക് ശേഷം RJD-യാണ് ആദ്യം ചർച്ചയ്ക്ക് വിളിച്ചത്. CPI-യുമായി വീണ്ടും ചർച്ച നടത്തി. അതിനുശേഷമാണ് ഇടതുമുന്നണി യോഗം ചേർന്നത്. അപ്പോൾ ഓരോ ഘടകകക്ഷിക്കും തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരം CPM നൽകി. RJD ശക്തമായി തന്നെ എല്ലാ തവണയും ഇതുപോലെ തങ്ങളെ അവഗണിക്കുന്നു, അതിന്റെ പരിഭവം RJD യോഗത്തിൽ മുന്നോട്ട് വെച്ചു. കേരള കോൺഗ്രസ് എം തങ്ങൾക്ക് സീറ്റില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവരുടെ നിലപാട് അറിയിച്ചു. CPI-യും ഇത്തവണ വിട്ടുവീഴ്ചയ്ക്കുള്ള സാഹചര്യമില്ല, സാധ്യതയില്ല, എന്തുകൊണ്ടെന്ന് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. 4 സീറ്റ് തോറ്റ കാര്യമടക്കം അവർ അതിൽ വിശദീകരിച്ചു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. സാധാരണഗതിയിൽ ആദ്യമേ CPM ഇത്തവണ CPM മത്സരിക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു സീറ്റ് CPM ഒരു സീറ്റ് ഘടകകക്ഷിക്ക് വിട്ടുകൊടുക്കുന്നു എന്നൊക്കെ പറയാനുള്ള CPM ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനമാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എല്ലാവരുടെയും കാര്യങ്ങൾ കേട്ടു, തർക്കത്തിന് നിൽക്കുന്നില്ല. ഇപ്പോൾ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് 2 സീറ്റുകൾ ഒന്ന് കേരള കോൺഗ്രസ് എമ്മിനും ഒന്ന് CPI-ക്കും നൽകാനാണ് തീരുമാനം എന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു. ഒരുപക്ഷെ സൂചിപ്പിച്ച പോലെ CPM സമീപകാല ചരിത്രത്തിലൊന്നും ഇത്തരത്തിലൊരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. 2000-ൽ RSPക്ക് വേണ്ടിയാണ് CPM ഒരു സീറ്റ്, അന്ന് രാജ്യസഭാ സീറ്റ് അവർക്ക് ജയിക്കാവുന്ന സീറ്റ് വിട്ടുകൊടുത്തത്. അന്ന് അതിനുള്ള പശ്ചാത്തലം കൊല്ലം ലോക്സഭാ സീറ്റ് CPM ഏറ്റെടുക്കുകയായിരുന്നു. RSP മത്സരിച്ചു വന്ന അതിന് പകരമാണെന്ന് ആ സീറ്റ് വിട്ടുകൊടുത്തത്. അവിടെ നിന്ന് ഇങ്ങോട്ട് CPM 2 സീറ്റ് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ ഒരു സീറ്റിൽ CPM സ്ഥാനത്തിനാണ് മത്സരിക്കുകയും രാജ്യസഭയിലേക്ക് പോവുകയും ചെയ്തത്. ഇവിടെ ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതിന് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. അതിനും അപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എമ്മിന് നിരവധി ഓഫറുകൾ, അത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം UDF-ന്റെ നേതാക്കൾ, KPC അധ്യക്ഷൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു. കോൺഗ്രസിലേക്ക് പോകണമെന്ന അഭിപ്രായം, കോട്ടയം സീറ്റ് തോറ്റോടുകൂടി കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകണം, UDF-ലേക്ക് മടങ്ങിപ്പോകണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാകുന്നു. അതൊരു തർക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങൾ അനുകൂല നിലപാട് രാജ്യസഭാ സീറ്റ് കൂടി ഇല്ലെങ്കിൽ കുറച്ചുകൂടി സമ്മർദ്ദം ആ വിഷയത്തിൽ അവർക്കെതിരെ ഉണ്ടാകും. BJP അവർക്ക് ഓഫർ വയ്ക്കുന്നു. CPI ആകട്ടെ തങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് മുഖ്യമന്ത്രിയോടും ഉപേക്ഷ ചർച്ചയിലും ശേഷം മാധ്യമങ്ങളോടും തുറന്നു പറയുകയും ചെയ്യുന്നു. CPI ഇപ്പോൾ എത്തിയിട്ടുള്ള അസാധാരണമായ ഒരു സാഹചര്യം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശേഷം എത്രത്തോളം CPM ദുർബലമായി എന്നതിന്റെ കൂടി തെളിവായി ഇതിനെ കാണേണ്ടി വരും. അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറായത്. EP ജയരാജന്റെ വാക്കുകൾ തന്നെ വളരെ പ്രസക്തമാണ്, ശ്രദ്ധേയമാണ്. മുന്നണിയുടെ കെട്ടുറപ്പിനെയും ഐക്യത്തെയും ബാധിക്കാതിരിക്കാൻ
അതിനുവേണ്ടി ഞങ്ങൾ ആ തീരുമാനമെടുക്കുന്നു. വളരെ ഉന്നതനില ചിന്തിക്കുന്ന പാർട്ടിയാണ് CPM. ആ ചിന്തയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ രണ്ട് ഘടകകക്ഷികൾക്ക് CPM-നെ ഒറ്റയ്ക്ക്, അതും EPN പറഞ്ഞതാണ്, ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ ജയിച്ചു വരാനുള്ള അംഗബലം നിയമസഭയിൽ CPM-നുണ്ട്. എന്നിട്ടും ആ CPM വിട്ടുവീഴ്ച ചെയ്യുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാതിരിക്കാൻ തന്നെയാണ്. കെട്ടുറപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അവിടെയൊക്കെ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം CPM ആഗ്രഹിക്കുന്നു. അവർ ഈ ഒരു പേരും പറഞ്ഞ് മുന്നണിയോട് തെറ്റിപ്പിരിഞ്ഞ് UDF-ലേക്ക് മടങ്ങുന്നത് മുന്നണിയെ ദുർബലപ്പെടുത്തുന്നത് തിരിച്ചറിയുന്നു. അതുകൊണ്ടുകൂടിയാണ് കേരള കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറായത്. പ്രധാനമാണ്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് അടക്കം വലിയ മുന്നേറ്റം CPM കേന്ദ്രങ്ങൾക്ക് 2 തവണ ഉണ്ടാകുന്നു, CPM-നുണ്ടാകുന്നു, രണ്ടാമതും അധികാരം കിട്ടുന്നു. അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി അവരെങ്കിലും എടുത്തു കാണിക്കുന്നുണ്ട്. പക്ഷേ പുതിയ സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം കേരള കോൺഗ്രസിന് ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ട പശ്ചാത്തലമുണ്ട്. കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും വോട്ടെണ്ണം വല്ലാതെ കുറഞ്ഞ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ രാഷ്ട്രീയമായി CPM നടത്തുന്ന ഈ നീക്കം മുന്നണിയുടെ കെട്ടുറപ്പ് എന്നതിനപ്പുറം ഒരു അപ്രമാദിത്യമുള്ള, LDF-ൽ അപ്രമാദിത്യമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് സംഭവിക്കുന്ന ഒരു പുറകോട്ട് പോക്ക്, അതും പുതിയ സാഹചര്യങ്ങളിൽ പ്രസക്തമല്ലേ? തീർച്ചയായും എന്നുകൂടി കരുതണം. കാരണം രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടനമൊക്കെ വിലയിരുത്തിയാൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ഇടതുമുന്നണി അമ്പേ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഒരുപാട് പിന്നിലേക്ക് പോയി. മാവേലിക്കരയിൽ മത്സരിച്ച അരുൺകുമാർ തോൽക്കാനുള്ള കാരണം ഒരുപക്ഷെ കൃത്യമായി പരിശോധിച്ചാൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് കൊടിക്കുന്ന് സുരേഷിനെ കിട്ടി. അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ മണ്ഡലമായ ജോബ് മൈക്കിൾ MLA ആയ മണ്ഡലമായ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊടിക്കുന്നിൽ നേടിയ ഭൂരിപക്ഷം 16,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അങ്ങനെയൊക്കെ കണക്ക് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ വലിയ ഇടിവുണ്ടായി. ആ വോട്ടുകൾ പൂർണ്ണമായും നേരത്തെ അവർ ചെയ്തിരുന്ന UDF-ലേക്ക്, കേരള കോൺഗ്രസ് എം ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ ചെയ്തിരുന്ന UDF-ലേക്ക്, കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയെന്ന് കാണാം. എന്നിട്ടും CPM അവിടെ അത്തരം ഒരു കണക്കെടുപ്പിനോ ഒരു കണക്ക് പരിശോധനയ്ക്കോ തയ്യാറാകാതെ കേരള കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. അത് ചില മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസിനെ പിണക്കുന്നത്. അവർ മുന്നണി വിടുന്നത് അത്ര ഗുണം ചെയ്യില്ല ഇടതുമുന്നണിക്ക് തിരിച്ചറിവിൽ നിന്നാണ്. കാരണം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് BJP വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. തൃശൂരിലടക്കം അവരുടെ വലിയ പിന്തുണ BJPക്ക് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വ്യക്തിപരം വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും ഇപ്പോൾ ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനം നൽകുന്നു. അത്തരത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് BJP കടന്നുകയറാൻ ശ്രമിക്കുമ്പോൾ അവിടെ കേരള കോൺഗ്രസ് എം കൂടി വിട്ടുപോയാൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന വോട്ട് ചോർച്ച അതിഭീകരമെന്ന് CPM തിരിച്ചറിയുന്നു. അത് ഇപ്പോഴേ തടയാനുള്ള ശ്രമമാണ്. കേരള കോൺഗ്രസിനെ ഒരു ക്ലെയിം കൂടിയാണ്. ഇനി 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 6 വർഷത്തേക്ക് കേരള കോൺഗ്രസ് വിട്ടുപോകില്ല എന്ന ഉറപ്പ് കൂടിയാണ് CPM ഇതിലൂടെ വാങ്ങിയെടുക്കുന്നത്.